ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നൊരു സൺസെറ്റ് വൈബ് നോക്കണം പറഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ റൂമിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ചല്ല നല്ലൊരു ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 6:10, 6:53 സൺസെറ്റ്. അപ്പോൾ ഞാനിപ്പോൾ പാഞ്ഞുകൊണ്ടുണ്ട് അടുത്തേക്ക്. ഇതാണ് നമ്മൾ പോകുന്ന പോയി. ഇതെല്ലാം മൊത്തം ഫാക്ടറീസാണ് ഇവിടെ. ഇതേപോലെ ഒരു ഫാക്ടറിയിലാണ് നമ്മളെ പണിയെടുക്കുന്നത്. പഠിക്കണ്ട, നല്ല വൈബ് തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഓടേണ്ടി വരും, അല്ലാണ്ട് അത് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. സോ വി ക്യാൻ സീ. അപ്പോൾ ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം ഏയിൽ കയറണ്ടേന്ന്. ഇതാണ് ചങ്ങായിമാർ പറഞ്ഞ വഴി. ഈ കാണുന്ന വഴിയിലാണ് എനിക്ക് പോകണ്ടേ. ഈ ഒരു സ്റ്റെപ്പില്ലേ, നല്ലൊരു കാട്, അറിയാലോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ പോകണം. നല്ല ടയർഡാവും തോന്നുന്നു ഇത് കണ്ടിട്ട് തന്നെ. ഓ മൈ ഗോഡ്, ചെറിയൊരു ഭയം ഉണ്ട്. എന്തെല്ലോ സൗണ്ടെല്ലാം കേൾക്കുന്നത്, അതാ കേട്ടാ. ഇനി പാമ്പോ വലിച്ചയ്യ എന്ത് വരുമെന്നൊന്നും നമുക്കറിയാം, പേടിയുണ്ട്. ഓക്കെ, ഒരു കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും ആയാലോ. എന്താണ് ആ സൗണ്ട്? എവിടെയോ ഒരു പക്ഷി കുഞ്ഞ്, എവിടെയെന്ന് അറിയില്ല, കൂടുണ്ടെന്നോ. ചിലപ്പോൾ ഞാൻ എന്നെ കണ്ടിട്ട് പേടിച്ചതായിരിക്കും, ഉപദ്രവിക്കാവുന്നതാണോ എന്ന് വിചാരിച്ചിട്ട്. ഒറ്റ മൈൻഡ് ബെസ്റ്റ് മൈൻഡ് എന്നാണ് അറിയാലോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒറ്റക്കൊരു കാട്ടുള്ളിൽ പോയിട്ട് വരുന്ന. ഇതിലിപ്പോൾ 2 വഴിയുണ്ട്, ഇതുണ്ട്. ഏത് വഴി ഞാൻ ചൂസാക്കും? ഇതാണെങ്കിൽ ഒരു താഴേക്ക് പോകുന്നു, ഇതാണെങ്കിൽ മീത്തേക്ക്. ഈ വഴി പിടിച്ച് നോക്കാം. വരുമ്പോൾ വഴി മാറാണ്ടെന്നാൽ മതി. പിന്നെയും പല വഴികൾ. ചെറുതായിട്ട് പിടിച്ചോ, ചെറുതായിട്ട് എന്തായാലും പിടിച്ചു. കാരണം ഇത്രക്കും വലിയൊരു കാട്ടിനുള്ളിൽ ഒറ്റക്ക് പോകുന്നത് ശരി ഇതന്നെ. ഇതന്നെയാ വ്യൂ പ്ലേസ്. എത്തി, കുറേ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇതന്നെ തോന്നുന്നു ലാസ്റ്റ് എൻഡ്. ചെറിയൊരു കൂടുണ്ട്. ഓ ഭയങ്കരവേ, പക്ഷെ ഇവിടുത്തെ കാടെല്ലാം കൊത്തണം, നല്ലുണ്ട്. കാണിച്ചു തരാം. കുറച്ച് കാട് കൂടിയതുകൊണ്ടില്ലേ ആ ഒരു വ്യൂ കിട്ടുന്നില്ല. നോക്കിയോ, എനിക്ക് തോന്നുന്നത് സൺസെറ്റ് വ്യൂ ഈ സൈഡല്ല, ആ സൈഡാണ്. ഞാൻ നേരത്തെ താഴയിൽ ഇറങ്ങിയെങ്കിൽ കറക്റ്റ് കിട്ടട്ടെ. എന്താ അപ്പോൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഈ സൈഡ് മോശമില്ല, കാണാൻ നല്ല രസമുണ്ട്. അപ്പർ സൈഡിലെ താഴെ ഇറങ്ങി നോക്കണം, എന്തെങ്കിലും കാണാൻ പറ്റിയാലാ. എന്തെല്ലോ സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിലാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെറുങ്ങനെ കാണാം. കുറേ താഴേക്ക് കൊണ്ടുവരുമോ?
പക്ഷേ താഴെ പോയാൽ അത്ര വലിയ യൂസ് ആർക്കും നീറ്റ് തന്നെയല്ലേ കാണല്. വല്ലാത്തൊരു വർക്കായല്ലോ. ഹൈ 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 ഇതിൽ തന്നെ ഒരു എക്സിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കാം. എനിക്ക് തോന്നുന്നത് ഒരു എക്സിറ്റ് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ചളിയെല്ലാം ഉണ്ട്. യെസ്, ഇതൊരു എക്സിറ്റ് തന്നെ. അപ്പം ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് എനിക്കറിയാം. ഇവിടുന്ന് കണ്ട വാ ബ്യൂട്ടിഫുൾ നല്ലുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കിട്ടാൻ വേറെ ഏതൊരു സ്ഥലം ഇല്ല, ആ സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. പിന്നെ ഈനായിട്ട് വേറൊരു സ്ഥലം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈല വന്നത് കൊണ്ട് എനിക്ക് നേട്ടം എന്തെന്ന് അറിയില്ല. ഇതിലും കയ്യിലങ്ങ് പുറത്തിറങ്ങായോ. ഇതെവിടെ സ്ഥലം? ഐ തിങ്ക് എന്തായാലും ഈല ഇറങ്ങിയിട്ട് അങ്ങനെ നടക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാറിൻ്റെ അത് ഷിപ്പ് യാർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ക്യാമറ അലോഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയാലോ. ആ എന്നാലും ചെറിയ രീതിയിൽ ഞാൻ എടുക്കാൻ നോക്കാം. എത്ര ക്ലിയർ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് അറിയില്ല. എത്രയോ വണ്ടിയില്ലേ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പാണ് നമുക്കറിയുന്നത് നമ്മളെ പണിയെടുക്കുന്ന ഈ കാറിൻ്റെയിലാണ്. ഉണ്ടാക്കാൻ എത്ര കഷ്ടമുണ്ട് അല്ല, മേങ്ങാൻ എത്ര കഷ്ടമുണ്ട്, അതിന് ഉണ്ടാക്കാൻ എത്ര കഷ്ടമുണ്ടല്ലേ. മേങ്ങാനും പൈസ വേണം, ഉണ്ടാക്കാൻ അതിൻ്റെ എത്ര ബുദ്ധിമുട്ട്, അതിൻ്റെ മുതലാളിമാർക്കുണ്ട്. സിമ്പിളല്ല. അപ്പോൾ ഇതാണ് സ്ഥലം കണ്ട. ഈ അപ്പുറത്ത് കാണുന്നല്ല ഫുള്ള് കാറ് പാർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഷിപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കിയ ഹുണ്ടായിൻ്റെ എല്ലാം ഇവിടുന്ന് എക്സ്പോർട്ടാണ് പുറത്തേക്ക്. കാണിച്ചു ഇത് നമ്മളെ നാട്ടിലത്തെ എന്ത് ഏത് വണ്ടി ഇപ്പോൾ അത് ഇയോണ് പോലത്തെ അങ്ങനത്തെ കുറേ വണ്ടി ഉണ്ട് ഇവിടെ. ഫുള്ള് വണ്ടി തന്നെ, ലംബോർഗിനി അത് ഇത് എന്ന് പറയുന്നതാണ് എല്ലാ വണ്ടി ഇവിടെ ഉണ്ടാവലുണ്ട്. അപ്പോൾ എത്ര വണ്ടിയല്ലേ ഓർക്ക് പോകുന്നത് ചിന്തിക്കണ്ട. എത്രയോ വണ്ടി. ഈ ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാവും, നല്ല നഷ്ടവും സംഭവിക്കാം. അത്ര ഡിഫിക്കൽട്ടെന്ന് തോന്നുന്നു. കാരണം ഇത്രയും അധികം വണ്ടി ഈ തല മുതൽ അങ്ങ് അപ്പുറം വരെയുണ്ട്. കാണിച്ചു തരാം ഫുള്ള്. പിന്നെ എന്നെ പോലീസ് പിടിക്കാൻ നമുക്കറിയാലോ. ഫുള്ള് ട്രക്കും. ഈ കമ്പീനെ തൊടാൻ തന്നെ എനിക്ക് പേടിയാണ്, കാരണം ഇതിൽ ഗ്യാരണ്ടി ഉണ്ടായേക്ക. എത്ര ഷിപ്പുള്ള? 1 2 3 ഷിപ്പുണ്ട്. ഈ ഭാഗത്തൊന്നുമില്ല, ആൾക്കാരില്ല സത്യം പറഞ്ഞാൽ. കാരണം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, ഉണ്ട് താമസം അങ്ങനെയൊന്നുമില്ല, ഫുള്ള് ഫാക്ടറി തന്നെ. ഇപ്പം ഞാൻ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഒരാളെ പോലും നിൽക്കാൻ കാണണ്ടേ, ഒരാൾ പോലും ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം ഇന്ന് ഞായറാഴ്ച, അപ്പോൾ കമ്പനിയെല്ലാം അവധി.
ഇത് ഞാൻ പണിയെടുക്കുന്നതിൻ്റെ രണ്ടാമത്തെ പുതിയ വന്ന കമ്പനിയാണ് ഇത്. ഇവിടെ ഡോങ്കി. ഇത് ചെറുത്, നമ്മളത് കുറച്ചും കൂടി വലുത്. കണ്ട വണ്ടികളുണ്ട. ഇതെല്ലാം ഏതാന്തോ, എന്ത് കിമ്മ മറ്റേ മന്ത്രീൻ്റെ പേരല്ലേ? അങ്ങനൊന്നുമല്ലോ, മറ്റേ വാനെല്ലാം ഉണ്ടാവേ, ടൂർ വാന് ഫുള്ള് എല്ലാം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ ഞങ്ങൾക്കറിയാലോ സത്യം പറഞ്ഞാൽ. എത്ര വണ്ടിയോ ആ കാണുന്ന മൊത്തം. യോ ഷിറ്റ്, ഫുള്ള്. ഇത് ഗേറ്റ് നമ്പർ 2 അല്ലേ? ഇത് ഗേറ്റ് നമ്പർ 2. ഇത് ഗേറ്റ് നമ്പർ 1 അപ്പുറം ലാസ്റ്റാവേ. ഞാൻ ഇപ്പോൾ വന്ന സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടാ. ഇത് ഇവിടെ എൻഡായി. നമുക്ക് ഇത് അങ്ങോട്ട് പോകാനൊന്നും കഴിയാലോ. ഓക്കെ, അത്രയും വണ്ടി വെച്ചാൽ ലംബോർഗിനി എല്ലാം വേണം. ലംബോർഗിനി ഒന്നും കാണുന്നില്ല, നമുക്കൊന്നും കഴിഞ്ഞെന്ന് തോന്നും. എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. എല്ലാം കാണണം, എല്ലാം ആസ്വദിക്കണം. ഇത്രയും കൂടുതൽ വണ്ടി ഞാൻ എവിടെയും കണ്ടിട്ടുണ്ട്. കാരണം കൊറിയയിലാണ് മെയിൻ കാറിൻ്റെ പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് ഇത്രയും വണ്ടി ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുന്നാണ് ഓൾ ഇൻ്റർനാഷണൽ കണ്ടതാ, പിയോൺടെക് ഇൻ്റർനാഷണൽ റോറോ ടെർമിനൽ. ഇവിടുന്നാണ് എല്ലാ കൺട്രീസിലേക്കും, ഏകദേശം GCC എല്ലാ കൺട്രീസിലേക്കും ഇവിടുന്നാണ് വണ്ടി പോകുന്നത്. ഓക്കെ, നമ്മളെ നാട്ടിലേക്കാണെങ്കിലും ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:41. അപ്പോൾ ഇരുട്ടാവാനായി. ഞാൻ ഏകദേശം ഇപ്പോൾ എത്ര കിലോമീറ്റർ നടന്ന്? ഒരു 4 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലിങ്ങനെ കറങ്ങിയിട്ട് റൂമിൽ അങ്ങോട്ട് പോകണം. ശരിക്കും എനിക്ക് പയ്യ അറിയാറാവേ. ഞാൻ ഒരിക്കൽ രാത്രി ഇതിൽ നടന്നിട്ട് വന്നതാണ് ചങ്ങായിൻ്റെയൊക്കെ. അപ്പോൾ അതൊരു മൈൻഡിൽ വെച്ചിട്ട് വന്നത്. റൂമിൽ നിന്ന് നല്ല ദൂരമുണ്ട്, 4 കിലോമീറ്റർ ഇപ്പുറം പറയുമ്പോൾ ആയില്ലേ. കാരണം ഞാൻ ഇതിലൊന്നും നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.